മോൻ മരിച്ചിട്ട് 14 വർഷമായി, അച്ഛൻ മരിച്ചിട്ട് 16 വർഷമായി. കുടിയനായിരുന്നു, നല്ല മുഴുക്കുടിയനായിരുന്നു എൻ്റെ ഭർത്താവ്. അറ്റാക്ക് വന്നതാണ്. ഇവിടെ കോള് വീഴുന്ന് 3 അറ്റാക്ക് വന്നു. 3ാമത്തേൽ എന്നെ പോലെ എത്രയോ പാവപ്പെട്ട കുടുംബങ്ങൾ കാണും. കുടിയന്മാരാണെങ്കിൽ അവർ ഇതിന് വേണ്ടിയാണ് ജോലിക്ക് പോണത്. 16 വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവും 14 വർഷങ്ങൾക്ക് മുമ്പ് മകനും ഈ അമ്മയുടേത് മരിച്ചത് ഒരു വാഹനാപകടത്തിലൊന്നുമല്ല, മദ്യപാനത്തെ തുടർന്നുണ്ടാകുന്ന പലതരം അസുഖങ്ങളെ തുടർന്നാണെന്ന് ആ അമ്മ തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ സർക്കാർ കേരള സർക്കാർ ഒരു പക്ഷേ ഇത് കേൾക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സാവകാശം അവർക്കുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സമയത്തു കൂടിയാണ് ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പരിഷ്കാരം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന് നേരത്തെ പറഞ്ഞതുപോലെ ഈ മന്ത്രി പറഞ്ഞതിൻ്റെ ഒരു ഏകീകരിച്ചതേ ഏകീകരിച്ചു. ഇതിന് മുൻപ് മറ്റ് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നത് എല്ലായിടത്തും കൂടി ഒന്ന് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് മന്ത്രിയുടെ ഒരു ന്യായീകരണം. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് കൂടി ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.